നമുക്കിന്ന് മൺചട്ടിയിൽ വിറകടുപ്പിൽ ചിക്കൻ കറി വെച്ചാലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിക്കൻ കറി വെച്ചത് ഗ്യാസിലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ആവശ്യം അടുപ്പിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. പെരുമഴയുണ്ട് ഇവിടെയൊക്കെ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടല്ലോ. എൻ്റെ നാട്ടിൽ നല്ല മഴയുണ്ട്. എന്നാലും അടുപ്പ് കത്താനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാനിന്ന് ചിക്കൻ കറി വെക്കുന്ന കാരണം, ഇന്നെൻ്റെ മമ്മി എൻ്റെ വീട്ടിലോട്ട് വരും വർക്കലയിൽ നിന്ന്. അപ്പം മമ്മി വരുമ്പോൾ മമ്മിക്ക് ഞാനുണ്ടാക്കുന്ന ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, എനിക്ക് വെളിച്ചെണ്ണ അല്ലാണ്ട് വേറെ ഒന്നും ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. ചൂടായി അപ്പം പെരുംജീരകം ഇടണേ. പെരുംജീരകം ഇട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത്, കുഞ്ഞുള്ളി, ഒരു സവാള, ഉപ്പ്, മൂത്തതിന് ശേഷം നമുക്ക് എന്തിടാം? പച്ചമുളക് ഇടണം, വെളുത്തുള്ളി ഇടണം, ഇഞ്ചി ഇടണം, തക്കാളി ഇടണം. നമുക്ക് ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ഇട്ടു. തീ നന്നായിട്ട് ആളിക്കത്തുന്നു കേട്ടോ. ഒക്കെ അല്ലേ, വിറകൊക്കെ കത്തി പിടിക്കാൻ നല്ല ടൈം എടുക്കും. പിന്നെ അയ്യത്തൊക്കെ കിടന്ന കുറേ സാധനങ്ങളൊക്കെ മടലും ഇതൊക്കെ പറക്കി കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കൊണ്ടാണ് ഇതിൻ്റെ ചൂടടിച്ച് ഉണങ്ങാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അതിന് വേണ്ടിയുള്ള കാശ് ടീമൊന്നുമില്ലല്ലോ. നമ്മൾ പാവങ്ങളല്ലേ, അടുപ്പിലൊക്കെ വേവിക്കണ്ടേ. ചോറിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടോ. നല്ല വടിയരിയുടെ ചോറ് ഇട്ടിട്ടുണ്ട്. അത് വേകാനായിട്ട് ഇങ്ങനെ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു. പകുതി വെന്തു. ഉള്ളി മൂത്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആരെ ഇട്ട് കൊടുക്കണം? നമ്മളെ ഹാർട്ടിന് നല്ല ഗുണമുള്ള തക്കാളിയെ പറക്കി കൊടുക്കും. അതും ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴല്ലേ ചിക്കനിടാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. ഞങ്ങളെ അയലത്തെ വീട്ടിലെ ആൾക്കാർ തന്നതാണ് കറിവേപ്പില. കുറേ തരും, ഇച്ചിരി ചോദിക്കുമ്പോൾ നിറയെ തരും. അത് ഞങ്ങൾക്ക് കുറേ നാളെടുത്ത് ഉപയോഗിക്കാൻ കാണും. അപ്പോൾ ഇതും കുറച്ചെണ്ണ ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ചികഞ്ഞ് കുറച്ച് ഇങ്ങനെ അറ്റത്തായിട്ട് ആക്കുക. എൻ്റെ ചിക്കൻ കറിയുടെ വെയ്പ്പൊക്കെ ഇങ്ങനെയാണ്. എൻ്റെ വെയ്പ്പും നയിപ്പൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ എന്തുണ്ടാക്കിയാലും എല്ലാവരും പറയും കൊള്ളാം കൊള്ളാം എന്ന് പറയുന്നത് കൊണ്ടാണ്, അഹങ്കാരം കൊണ്ടൊന്നുമല്ല കേട്ടോ. ഞാനെന്തോ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അതെ, ചെറുതിലേ പാചകം തുടങ്ങിയതാണ്, ഒരു കുഞ്ഞു പ്രായത്തിൽ. ഒരു കിലോ ചിക്കന് കറി വെക്കാനുള്ളൂ. 1.5 കിലോ ചിക്കൻ, 1 കിലോ അല്ല 1.5 കിലോ, ഒരു 1/2 കിലോ ചിക്കൻ ഫ്രൈക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ അധികം ഹെവി ആയിട്ടൊന്നും ഇവിടെ ഞങ്ങൾ കഴിക്കാറില്ല. നിങ്ങൾ 5 പേരുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയിലൊക്കെ ഉപ്പ് ഇട്ടേക്കണമുണ്ട്, തൽക്കാലം ഉപ്പിടണ്ട. ഇങ്ങനെ കുറച്ചിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക്.
എടുത്ത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കും. ഓക്കെ, കുറച്ച് നേരം വേവട്ടെ. നമുക്ക് അടച്ചിട്ടിട്ട് ഞാൻ തുറന്നായിരുന്നു കേട്ടോ. ഒന്നുകൂടി ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഇനി ഒരു പരിപാടിയുണ്ട്. നമുക്ക് ഇതിൻ്റെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കണ്ടേ. ഇത് കുറച്ച് ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടണ്ടേ. ഇതിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ നോക്കണം, വെള്ളം ഉണ്ടെങ്കിൽ മുളക് പൊടി ഇടരുത്. അപ്പോൾ ഇച്ചിരി കൂടി വേവട്ടെ എന്ന് വിചാരിക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാനുള്ളത്. ഒന്നുകൂടി ഇങ്ങനെ ഇളക്കി നോക്കിയപ്പം വെള്ളം ഒത്തിരി കുറവുണ്ട് കേട്ടോ, കണ്ടോ. അപ്പം ഞാൻ വിചാരിച്ച് നേരത്തെക്കാട്ടും കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. എനിക്ക് ഈ സ്പൂണിൽ ചിക്കൻ കറിക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടാൽ എനിക്കെന്തോ ഒരു വൃത്തിയില്ലായ്മയാണ്. അതുകൊണ്ട് ഞാൻ മുളക് പൊടി കൈ അളവാണ് ഇടുന്നത്. എനിക്കതാണെങ്കിലേ എനിക്ക് ഹിതമുള്ളൂ. അത് എനിക്കെന്തോ എൻ്റെ കൈകളിലാണ് മസാലയുടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കൊണ്ടിടും, എന്നിട്ട് മല്ലിപ്പൊടി ഇടും. നിങ്ങൾ വിചാരിക്കും വൃത്തിയില്ലാത്തതാണ്, പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മുടെ കൈക്ക് ഉണ്ടാകുന്ന പുണ്യം എന്ന് പറയുന്നത് അത് കുടുംബ പാരമ്പര്യമാണ്. അതൊരിക്കലും സ്പൂണിന് കിട്ടിയെന്ന് വരത്തില്ല. അതാണ് ഞാൻ ഉണ്ടാക്കുന്ന കറിയുടെ ടേസ്റ്റ് എന്നെൻ്റെ വിശ്വാസം. പൊടി മല്ലിപ്പൊടി ഇങ്ങനെ ഇട്ടു, കുറച്ചിങ്ങനെ ഇളക്കി കൊടുത്തു. പ്രധാനപ്പെട്ട ഒരു സാധനം വരുന്നുണ്ട്. എന്നുവെച്ചാൽ ആ പ്രധാനപ്പെട്ട സാധനം ഞാനുമായിട്ട് ഭയങ്കര പ്രണയമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇതെനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര പ്രണയമാണ്. ഞാൻ വല്ല ഇംഗ്ലീഷുകാരൻ്റെ മോളാണോ എന്നൊരു സംശയം എനിക്കില്ലായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതിനോട് അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ കറിയുടെ സ്വഭാവം മാറി വരുന്നത് കണ്ടോ. ഇപ്പം ഗംഗയുടെ ചിക്കൻ കറി ഗംഗ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് പ്രത്യേക ടേസ്റ്റ്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയുടെ കുറവില്ലേ? ഉറപ്പായിട്ടുണ്ട്. ഒരു ശകല മഞ്ഞൾപ്പൊടി വേണം. ആ മഞ്ഞൾപ്പൊടി ഞാൻ സ്പൂണിലിട്ടുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ചിക്കൻ കറി ഫൈനലി എത്തിയിട്ടുണ്ട്. ചെറിയ കനലിൽ കുറച്ചുകൂടെ വേവാനുണ്ട്. ഞാൻ ഉപ്പ് പിന്നെ ഇട്ടതൊന്നുമില്ല, അപ്പോഴിട്ട ഉപ്പ് തന്നെയാണ്. അതാണ് പറഞ്ഞത്, എനിക്ക് കൈ കണക്കാണെങ്കിൽ എല്ലാം എനിക്ക് ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി. എൻ്റെ ചിക്കൻ കറി ഉണ്ടോ, ചിക്കൻ കറിയുടെ കളർ എൻ്റെ ഏട്ടനും ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചിന്നുവിനും മിന്നുവിനും നന്ദുവിനും പാറുവിനും മഞ്ചാടിക്കും എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ.